ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സാധാരണ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാറില്ല, പക്ഷേ എന്നെപ്പോലെ കുറച്ച് യൂട്യൂബേഴ്സ് എങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്താൽ മാത്രമേ ഈ ഒരു വിക്ടിമിന് എന്തെങ്കിലും ഒരു നീതി ലഭിക്കുള്ളൂ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. സോ ഞാൻ പറയണേക്കാളും കൂടുതൽ ആ അനുഭവിച്ച പെൺകുട്ടി തന്നെ പറയണത് കേൾക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുന്നുണ്ടായിരിക്കും. സോ അതൊന്ന് കേട്ട് നോക്കൂ. എൻ്റെ പേര് ലിറ്റി. ഞാൻ ഇവിടെ അങ്കമാലിയിൽ കല്യാണം കഴിച്ച് വന്നിട്ട് 7 വർഷമായി. കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനമാണ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ അമ്മ, അപ്പൻ, ഭർത്താവിൻ്റെ ചേട്ടൻ, അതുപോലെ കെട്ടിച്ചു വിട്ട ഒരു പെങ്ങള്, ചാലക്കുടിയിലുള്ള ഒരു പെങ്ങള്, ഇവരെല്ലാവരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് 7 വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഭർത്താവിൻ്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ നെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അന്ന് ഈ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിയപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സപ്പോർട്ടായിട്ട്. പക്ഷേ അതിനുശേഷം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന്, ഞാൻ താമസിക്കുന്ന, എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തിൽ പിടിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസിട്ടു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിനുശേഷം ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയി. ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത്. അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് 5 മണിയായപ്പോൾ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനെ അവൻ തല്ലി ചതച്ച്, എൻ്റെ അപ്പൻ BP പേഷ്യൻറ്റും ഹാർട്ട് പേഷ്യൻറ്റുമാണ്. എൻ്റെ അപ്പനെ തല്ലി ചതച്ച് എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിൻ്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാര്യം പറഞ്ഞ് ഇവിടെ വന്ന് അഡ്മിറ്റായി. അവൻ ഇവിടെ മാറി കിടപ്പുണ്ട്. ഇതിപ്പോൾ അത് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലിട്ട് എൻ്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവൻ്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം. പട്ടീനെ തല്ലി ചതയ്ക്കുന്നവനാണ് എന്നെ ഈ അങ്കമാലി ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഇട്ട് അടിക്കുകയും ഞാൻ പുറന്തള്ളി വീഴുകയും അതിനുശേഷം എൻ്റെ കാലും കൈയും ചവിട്ടി മെതിക്കുകയും ചെയ്തു. എനിക്കിപ്പോൾ എൻ്റെ കൈ അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ അപ്പന് സുഖമില്ല. എൻ്റെ പുറം ഇടിച്ചതിൻ്റെ വേദന നല്ലോണമുണ്ട്. തല പൊട്ടിയിട്ട് എനിക്ക് പറ്റണില്ല. തല വേദന എടുത്തിട്ട് പറ്റണില്ല. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ എൻ്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു. ഇതുവരെയായിട്ട് അവർ വന്നിട്ടോ എൻ്റെ മൊഴി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടിക്കാരുടെ ബലമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴും ഇതിനൊരു സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഉള്ളതൊക്കെ അപ്പോൾ പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ലിറ്റിയാണ്. നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ആള് എൻ്റെ അമ്മയുടെ ബ്രദറിന്റെ വൈഫാണ്. ആൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. സ്വത്ത് തർക്കവും അതും ഇതൊക്കെ ആയിട്ട് ആളുടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും ആ വീട്ടിൽ പിടിച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും പേഴ്സണൽ കാര്യങ്ങളിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഇന്നുണ്ടായ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുപോലൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ പെൺകുട്ടിക്ക് എൻ്റെ സെയിം ഏജാണ്. ഈ പെൺകുട്ടിക്ക് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ ഒരുപാട് ഉപദ്രവങ്ങൾ ആളുടെ ഭർത്താവിൻ്റെ മൂത്ത സഹോദരനിൽ നിന്ന്, അതായത് എൽഡർ ബ്രദറിന്റെ അടുത്തുനിന്ന് വളരെയധികം മോശമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുടെ ബ്രസ്റ്റിൽ പിടിക്കുക, കയറി ചെന്ന്, അതുപോലെ തുണി പിടിച്ച് കീറുക, ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയൊക്കെ സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാൽ എത്ര ഫാമിലി ഇഷ്യൂ ഉണ്ടായാലും ഒന്നുകിൽ ആ വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കണം, ആണുങ്ങളായിട്ട്, അല്ലെങ്കിൽ ലീഗലി പോകണം. ഒരിക്കലും ഒരു പെണ്ണിന്റെ അടുത്തിട്ടല്ല ആണത്വം കാണിക്കേണ്ട നിങ്ങൾക്കൊന്നും. അതും ഒരു 3 കുട്ടികളുടെ അമ്മയാണ്. ഇന്നലെ ഈ വ്യക്തി ഇതിനെതിരെ FIR ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ആക്ഷൻ. എനിക്ക് 2 ദിവസമായിട്ട് തീരെ വയ്യ. ഭയങ്കര തലകറക്കം, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് ഒട്ടും വയ്യാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് 2 ദിവസമായിട്ട് ഫോണ് ഉപയോഗിച്ചിട്ടില്ല. എനിക്കെൻ്റെ വയ്യാത്തതിൻ്റെ ഇതിനെയും കുറിച്ചിട്ടൊന്നും പറയാൻ വന്നില്ല. പക്ഷെ പറഞ്ഞു വന്നത്, ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് രാത്രി 11-11:30 ആയിട്ട് കാണും. ഞാൻ ഫോൺ നോക്കിയപ്പോൾ അതിൽ കുറേ കുട്ടികൾ എനിക്ക് ഇന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, യൂട്യൂബറാണ് ചിയേഴ്സ് വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള. ചിയേഴ്സ് വിത്ത് ആഷിൻ്റെ ഒരു വീഡിയോ അയച്ചിട്ട് പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട്.
അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എന്തെന്ന് കാണുന്നതും ഞാൻ അത് കണ്ടപ്പോൾ ലിറ്ററലി ഞാൻ ഷോക്കായി എന്ന് പറയാമല്ലോ. ഷോക്കെന്നല്ല, ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു സാധനം എനിക്ക് വന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, ചിയേഴ്സ് വിത്ത് ആഷൻ എന്ന യൂട്യൂബറാണ്. ആ പെൺകുട്ടിയുടെ അമ്മയുടെ ബ്രദറിൻ്റെ വൈഫാണ് ഫസ്റ്റ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത്. ആ പെൺകുട്ടിയാണ് വിക്ടിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭർത്താവിൻ്റെ ബ്രദറ് മുമ്പേ എന്താ പറയുക, അതിൻ്റെ വീട്ടിൽ കയറി വന്ന് അതിനെ ഉപദ്രവിക്കുക, ബ്രസ്റ്റിൽ കയറി പിടിക്കുക, അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. ഇതൊന്നും പോരായിട്ട് ഇന്നലെ ആ പെൺകുട്ടീനെ അയാളും അയാളുടെ ഫ്രണ്ട്സും കൂടെ എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ ബ്രദറും ഫ്രണ്ട്സും കൂടെ ഈ പെണ്ണ് റോട്ടിൽ ഡ്രസ്സൊക്കെ വലിച്ചു കീറുകയും ഉപദ്രവിക്കുകയും ചെയ്യുക. ഒന്ന് ആലോചിക്കുക, എവിടേക്കാ നമ്മുടെ കേരളം പോകുന്നത്? ഇവിടെ എവിടെയാണ് പെൺപിള്ളേർ സുരക്ഷിതരായിട്ടുള്ളത്? പെൺപിള്ളേരായിക്കോട്ടെ ആൺപിള്ളേരായിക്കോട്ടെ, ഇങ്ങനൊരു അവസ്ഥയിൽ കൂടി പോയി കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു പുരുഷനെ ഈ അവസ്ഥയൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു പുരുഷനെ റോട്ടിലിട്ട് ഡ്രസ്സൊക്കെ വലിച്ചു കീറുക, അതേപോലെ തന്നെ ഒരു സ്ത്രീനെ വലിച്ചു കീറുകയും എന്താണ് നമ്മൾ ഏത് ഇതിലാണ് സേഫ് എന്ന് പറയാം? അതും സ്വന്തം കുടുംബക്കാർ, അന്യര് പോലും അല്ല, സ്വന്തം ഭർത്താവിൻ്റെ ബ്രദർ എന്ന് പറയണത്. നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് അത് ചോദിക്കാൻ ഒരു ആളുമില്ല, പോലീസില്ല. നമ്മുടെ നിയമങ്ങളും സിസ്റ്റമൊക്കെ എവിടെ? പെണ്ണുങ്ങൾക്ക് ആനുകൂല്യം വളരെ കൂടുതലാണെന്ന് ഞാൻ വരെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾക്ക് ആനുകൂല്യം കൂടുതൽ. പക്ഷേ ഇവിടെ സുരക്ഷിതരല്ല, ഞങ്ങളിവിടെ സേഫ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ആനുകൂല്യങ്ങൾക്ക് എന്ത് കാര്യം? എന്തെങ്കിലും സംഭവിച്ചിട്ടോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രം കിട്ടേണ്ടതല്ല നീതി എന്ന് പറയണത്. എന്തുകൊണ്ട് പോലീസ് ഇതിന് പ്രോപ്പർ ആക്ഷൻ എടുക്കുന്നില്ല? ഇവർ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തു കൂട്ടിയ അയാൾ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കിടക്കുന്നുണ്ട്. അവിടെ മൊഴിയെടുക്കാൻ പോലീസുകാർ പോയി, അയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. എന്നാ ഇതൊക്കെ അനുഭവിച്ച് ആ സ്ത്രീക്ക് എന്ത് നീതിയാണ് മേടിച്ചു കൊടുക്കുന്നത്? അതിന് മാത്രം എന്തുകൊണ്ട് പോലീസ് ഒരു മുൻകൈ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ആവേശം കാണിക്കുന്നില്ല? ഇത് ചോദിക്കേണ്ടതല്ലേ? നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇപ്പോൾ ഈ കുട്ടികൾ വരെ എന്നോട് പ്ലീസ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആക്കിയിരിക്കുന്നത്. എനിക്ക് ഇവിടെ കിടക്കുന്ന എനിക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഈ ശബ്ദം കുറച്ച് പേർക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയണത്. ഒരു 10,000 പേരോ ചിലപ്പോൾ 1,00,000 പേരോ എൻ്റെ വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കും. അത്രയും പേരിലേക്ക് എത്തിക്കാം. അത്രയും പേരെന്ത് സ്റ്റോറി ഇട്ടിട്ടാണെങ്കിലും ഷെയർ ചെയ്തിട്ടാണെങ്കിലും പബ്ലിക്കിന് വോയിസ് റേസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ്. അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നതും. എനിക്കതല്ലേ ഒരു പെൺകുട്ടി എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടികൾക്ക് എന്നല്ല, ഒരു ആൺകുട്ടികൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഒരു പെണ്ണിനോ ഒരു ആണിനോ ഈ അവസ്ഥ വരരുത്. ഇതിൽ ചിയേഴ്സ് വിത്ത് ആഷിൽ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടേ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ മിണ്ടിയിരുന്നില്ല, അതൊന്നും ഇടപെട്ടിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പല വീടുകളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മളൊരു മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, ചിലപ്പോൾ ആ ഭർത്താവിൻ്റെ വീട്ടിൽ അവർ നേരിടുന്ന പീഡനങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കണ ഒരു ഇതുണ്ട്. ഇതിപ്പോൾ ഇവൻ എന്ത് പറയുന്നത്, ഇവൻ ഈ ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിൽ ഒരു ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുക, അത് അവരുടെ ജീവിതമല്ലേ, ഇടപെട്ടോട്ടെ. ഇങ്ങനെയാണ് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യണത്, പല പെൺകുട്ടികളും മരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചിട്ട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ സംഭവിക്കണതിന് മുന്നേ ഒരു പെൺകുട്ടി ഒരു പ്രശ്നം പറയുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അതിനുള്ള ആക്ഷൻ എടുക്കണം. ആർക്ക് നഷ്ടം? ഒരു ജീവൻ പോയി കഴിഞ്ഞ് ഇവിടെ ആർക്ക് നഷ്ടം? പെറ്റ തള്ളക്കും അവരുടെ തന്തക്കും നഷ്ടം അല്ലേ? അല്ലാണ്ട് ആർക്കുമില്ല. കുറച്ച് ദിവസം നമ്മളൊക്കെ പോസ്റ്റ് ഇടും, സ്റ്റോറീസ് ഇടും, കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ എല്ലാവരും അതിനെ പറ്റി മറന്നു. നഷ്ടം ആർക്ക്? ആ പോയ ജീവനും അവരുടെ വീട്ടുകാർക്കും. സോ ഇത് ഞാൻ ഒരിക്കലും ചിയേഴ്സ് വിത്ത് ആഷിനോ അല്ലെങ്കിൽ വീട്ടുകാരോ പറയുന്നതല്ല. ചിയേഴ്സ് വിത്ത് ആഷ് ചെയ്തത് ഇതിലും വലിയൊരു കാര്യം ചെയ്യാനില്ല. ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണ്. ആ ടൈമിൽ പോലും ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി വോയിസ് റേസ് ചെയ്യുക ചെയ്തേക്കുന്നത്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അതിൻ്റെ കോൺസിക്വൻസസ് എന്തെന്ന് പോലും നോക്കാതെ ഒരു വീഡിയോ വന്ന് ചെയ്തേക്കുക. കാരണം ഒറ്റ ഉത്തരേ ഉള്ളൂ, താനൊരു സ്ത്രീയാണ് അല്ലേ? നമ്മളെങ്കിലും മിണ്ടിയില്ലെങ്കിൽ നാളെ നമുക്ക് ഇതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആര് നമുക്ക് വേണ്ടി സംസാരിക്കും? ഇത്രയേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. അപ്പം എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇത് മാക്സിമം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഇടുക, ആൾക്കാരേക്ക് എത്തിക്കുക. ഇപ്പം എൻ്റെ വ്യൂവേഴ്സ് ആയിരിക്കില്ല നിങ്ങളുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത്, എല്ലാവരേക്കും എത്തിക്കട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ.
അതേപോലെ ഇപ്പൊ കാണുന്ന നിങ്ങളാണെങ്കിൽ സ്റ്റോറി ഇടുക. ആ ചിയേഴ്സ് വിത്ത് ആഷിന്റെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടിട്ടുണ്ട്, അത് മാക്സിമം സ്റ്റോറീസായി ഷെയർ ചെയ്യുക. പബ്ലിക്കിന്റെ വോയിസ് വന്നു കഴിഞ്ഞാൽ അവിടെ പോലീസിന് പിന്നെ എന്താണെങ്കിലും ആക്ഷൻ എടുത്തേ പറ്റൂ. എനിക്കറിയില്ല എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. ബട്ട് ഇവരുടെ വീഡിയോയിൽ പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാരണമാണോ, പൈസയുടെ ഇതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അത് എനിക്കും അറിയത്തില്ല. എന്തിരുന്നാൽ പോലും ഏതാണെങ്കിലും ശരി ആയിക്കോട്ടെ, ഒരു പെൺകുട്ടി ഇങ്ങനെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക തന്നെ വേണം. 3 കുട്ടികളുടെ അമ്മയാണ്, 3 കുട്ടികളുടെ അമ്മ. 3 കുട്ടികളുടെ അമ്മ പോയിക്കോട്ടെ, ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ഈ ഒരു അവസ്ഥയ്ക്ക് പോകണ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിൽ ഇപ്പം നിരന്തരമായിട്ട് ഉപദ്രവം, വീടുകളിൽ ഇയാൾ കയറി വരാ, സ്വത്ത് തർക്കം. രസം അതല്ല, സ്വത്ത് തർക്കം ഉണ്ട്. എത്ര ഒരു സ്വത്ത് തർക്കം വന്നു കഴിഞ്ഞാൽ നേരിൽ സംസാരിക്കണം, മുഖാമുഖം സംസാരിക്കണം. അല്ലാണ്ട് ഒരു വീട്ടിലത്തെ പെണ്ണിനെ കയറി ആക്രമിക്കല്ല വേണ്ടത്. എന്ത് കുടുംബ പ്രശ്നമാണ്, എന്ത് സ്വത്ത് തർക്കം എന്ന് പറഞ്ഞാലും കുടുംബത്തിൽ നിൽക്കുന്ന പെണ്ണിനെ കയറി പിടിച്ചിട്ടും ആക്രമിച്ചിട്ടും ആണോ അവിടെ സ്വത്ത് തീർക്കത്തിന് ഇതാക്കുന്നത്? അതിനെ സ്വത്ത് തീർക്കം എന്നല്ല പറയാ. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നില്ല അത് എന്താണ് അതിന് പറയേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് ഏത് മനുഷ്യനാണ് ഇത് ചെയ്തെങ്കിൽ ഏറ്റവും അയാൾക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ അത് അയാൾക്ക് കിട്ടണം. ഇനി അയാൾക്ക് ഈ ഒരു അഹങ്കാരം, എന്തിന്റെ അഹങ്കാരം ആയിക്കോട്ടെ, പൈസയുടെ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അത് ആവരുത്. അതിനെ ഏറ്റവും ഇതാക്കേണ്ടത് നമ്മൾ കാണുന്ന ഓരോ വ്യൂവേഴ്സ് തന്നെയാണ്. അത് അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ എത്തിക്കേണ്ടത്. നമുക്ക് ചെയ്യാവുന്ന ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്തതാണ്. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് ഹെൽപ്പ് എന്ത് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എനിക്ക് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. സത്യം പറയട്ടെ, ഒരു പെണ്ണിന് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അല്ലേ? നമ്മളെപ്പോഴും പറയുന്നത് പെണ്ണിന് ആനുകൂല്യങ്ങളുണ്ട്. ശരിയാണ്, ഞാനും പറയും ആ സ്ത്രീകൾക്ക് തന്നെ അതിനൊരു തർക്കമല്ല ആനുകൂല്യങ്ങൾ. ഞങ്ങളിവിടെ സുരക്ഷിതരല്ല എന്നുണ്ടെങ്കിൽ ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് എന്ത് കാര്യം? ഞങ്ങൾ മരിച്ചു വീണ് കഴിഞ്ഞിട്ട് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് എന്ത് കാര്യം? മരിച്ചു വീണിട്ട് മറ്റുള്ളവർക്ക് ശിക്ഷ മേടിച്ചു കൊടുത്തിട്ട് എന്ത് കാര്യം? ഞങ്ങളുടെ പ്രശ്നത്തിനേ ഞങ്ങൾക്ക് അതിനുള്ളത് കിട്ടണ്ടേ? ആനുകൂല്യങ്ങളെക്കാളും കൂടുതൽ ആദ്യം വേണ്ടത് ഞങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്. ഇത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല. കേരള ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഡെവിൾസ് ഓൺ കൺട്രി എന്ന് വിളിക്കേണ്ടി വരും. ഇവിടെ ഒരാൾക്ക് ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്നതിന് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് എന്താണ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഇനിയും ഒരു ക്ലിയർ ഇതൊരു കിട്ടണം എന്നുണ്ടെങ്കിൽ ചിയേഴ്സ് വിത്ത് ആഷിൻ്റെ യൂട്യൂബ് ചാനൽ പോയി കാണാം. എനിക്ക് ഇത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ടിട്ട് പറയാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ്സ് ചെയ്യുക. എനിക്കൊരൊറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ സേഫായിട്ടിരിക്കുക. നമ്മൾ തന്നെ നമ്മളെ കാത്തു സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ കുറേ കഴുകന്മാരും ദുഷ്ടന്മാരും ഉണ്ട്. പുരുഷന്മാരെ മാത്രം ഞാൻ പറയുമല്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പുരുഷനാണ് ഓപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് പറയുവാണ്. അല്ലാണ്ട് ഞാനൊരു പുരുഷനും എതിരല്ല. എനിക്കൊരു ഭർത്താവുണ്ട്, എനിക്കൊരു ഉപ്പുണ്ട്, എനിക്ക് കുറേ വീട്ടുകാരുണ്ട്. അവരൊക്കെ പുരുഷന്മാരാണ്, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അതുകൊണ്ട് ഞാൻ എല്ലാ പുരുഷന്മാരും ഇങ്ങനെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതുപോലെയുള്ള ആൾക്കാരെ വെറുതെ വിടരുത് ഒരിക്കലും. അതിപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ, സ്ത്രീയാണ് ഒരു പുരുഷൻ ഇങ്ങനെ നടുറോട്ടി ഇടങ്ങി ഞാൻ വന്ന് പറയും ആ സ്ത്രീനെ വെറുതെ വിടരുത് എന്ന് ഞാൻ പറയും. സോ മാക്സിമം ഈ കാര്യം ആൾക്കാരേക്ക് എത്തിക്കാം. ബൈ.